ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 6/5/2025 ചൊവ്വാഴ്ച 24,335 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,233 എന്ന ലെവലിലാണ്. അതായത് ഒരു 102 പോയിന്റിന്റെ ഗ്യാപ് ഡൗണിലാണ് ചാർട്ട് പ്രകാരമുള്ളത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 229 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നിഫ്റ്റി തന്നിട്ടുള്ളത്. എന്നാൽ ഇത് ട്രേഡ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ സാഹസമാണ്. ഓപ്പൺ ചെയ്ത അപ്പോൾ തന്നെ 1 മിനിറ്റിൽ തന്നെ വളരെ വേഗത്തിൽ ആ ഗ്യാപ് ഡൗൺ തന്നെ അത്രയും പോയിന്റ് അപ്പോഴ് പോരുകയാണ് ചെയ്തത്. അത് വളരെ ക്വിക്കായി എൻ്റർ ചെയ്ത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം. മാർക്കറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ വളരെ ക്വിക്കായി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും വളരെ വേഗം ഒരു നല്ല കോൾ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അത്തരത്തിൽ ചെയ്തവരുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ് നമ്മളുടെ പബ്ലിക് ചാനലിൽ PNL ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ചെറിയൊരു ഡിക്ലൈൻ കിട്ടി. അപ്പോൾ വീണ്ടും മൂവ് ചെയ്യുന്നു. സപ്പോർട്ട് ലെവലിൽ നിന്നും മനസ്സിലായി വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുത്തവരുമുണ്ട്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,439 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. 5 മിനിറ്റ് ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുന്നതിനെ വൃത്തിയായി ട്രേഡ് ചെയ്ത് എടുത്തവരുണ്ട്. ഇത്രയും ഒരു ഗ്യാപ് ഡൗൺ തന്ന ദിവസമായതുകൊണ്ട് വീണ്ടും ഒരു സെല്ലിംഗ് ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്താലോ എന്ന പ്രതീക്ഷയിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്തവരുണ്ട്. എന്നാൽ ഇവിടെ നിന്നും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവലുകൾ കൃത്യമായി നിന്നുകൊണ്ട് പ്രൈസ് ഒന്ന് അപ്പോഴും മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ സംഭവിച്ചപ്പോൾ മുതൽ ഒരു പിന്നീടുള്ള മൂവ്മെൻറ്റ് ഒരു കൺസോൾട്ടേഷൻ ലെവലിലായിരുന്നു. ഈ രണ്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾക്കിടയിൽ പ്രൈസ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ലെവലുകളിൽ എത്തുമ്പോൾ ഇവിടെ നിന്നും കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനും ഇവിടെ എത്തുമ്പോൾ വീണ്ടും സെല്ല് ചെയ്യാമെന്നും ചിന്തിച്ച ഏതൊരാൾക്കും ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ട്രേഡിംഗ് അവസരങ്ങൾ ഉണ്ടായിരുന്നത്. പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന PNL പരിശോധിച്ചാൽ അറിയാം, പലരും അത് വളരെ വിജയകരമായി തന്നെ ഈ ലെവലുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്ന് നൽകിയ ഈ മൂവ്മെൻറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കുമെന്ന് പരിശോധിക്കാം. 24,398 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന രീതിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെയായി മൈനർ സപ്പോർട്ടായി 24,367 എന്ന ലെവൽ കൊടുത്തിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ളത് 24,572 ആണ്. അതിനിടയിൽ 24,511 എന്ന് പറയുന്ന ഒരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 511 മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ ഒന്ന് അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് സഞ്ചരിക്കുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. പ്രധാന സപ്പോർട്ടായി ലഭിക്കാൻ സാധ്യതയുള്ളത് 24,134 എന്ന റേഞ്ചാണ്. 54,511 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 54,400 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യതയുള്ള ലെവൽ 55,482 എന്ന ലെവലാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 54,971, 55,178, 55,349 എന്നിങ്ങനെയുള്ള ലെവലുകൾ ചേർത്തിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും.
ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 54,971 എന്ന് പറയുന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ റെസിസ്റ്റൻസുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ കണ്ടെത്തി അവ സ്റ്റോപ്പ് ലോസായി കണക്കാക്കി അപ്പോൾ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. അത് ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 54,219 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് അല്പം കൂടെ വീക്ക് ആയേക്കാമെന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 54,219, 53,906, 53,477, 53,178 എന്നിങ്ങനെയുള്ള ലെവലുകളാണവ. 80,671 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 80,584 എന്ന ലെവലാണ് മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസായി വരാൻ സാധ്യതയുള്ളത് 81,663 എന്ന ലെവലാണ്. അതിനിടയിൽ 80,989, 81,178, 287, 498 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും ചേർത്തിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. പ്രതീക്ഷിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് 80,989 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് അപ്പർ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായേക്കാം. ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാനും സാധിച്ചേക്കാം. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 80,456 എന്ന് പറയുന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ 80,350 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ പ്രൈസ് കുറച്ചും കൂടി വീക്ക് ആയേക്കാമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തേക്കാം. അത്തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് ലഭിച്ചാൽ തുടർന്ന് താഴെ ലഭിക്കുന്ന സപ്പോർട്ട് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിൻ്റെ പ്രേക്ഷകർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ പരിശോധനയിൽ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്